വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയിൽ അങ്ങനെ ചർച്ച കൊഴുക്കുകയാണ്. അത് മാധ്യമങ്ങളും നൽകുന്നുണ്ട്. പ്രധാനമായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരെല്ലാം ഏതെല്ലാം മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന ഒരു ധാരണ ആയിട്ടുണ്ടെന്നും അത് മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്യുന്നു. ആ കണക്കെല്ലാം ശരിയാണോ? നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടാമത് വരുന്ന കാര്യം. അതിനു മുമ്പായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്. അതാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത്. എന്ന് വിചാരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഇല്ലെന്നല്ല, അതിൻ്റെ ഒരുക്കങ്ങൾ പിന്നിൽ നടക്കുന്നുണ്ട്. പക്ഷേ അത് വിപുലമാകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ ആശ്രയിച്ചാണ്. അപ്പോൾ അവരുടെ അമിത്ഷാ തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആദ്യം അടിത്തട്ടിൽ പ്രവർത്തനങ്ങൾ നടത്തുക. അടിത്തട്ടിലെ പ്രവർത്തനത്തിന് ഏറ്റവും പറ്റിയതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. അവിടെ വിജയം കൊയ്യുക. എത്രയോ വാർഡുകൾ ഇവർ നോട്ടമിട്ടിട്ടുണ്ട്. എത്രയോ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി നിലവിൽ പാലക്കാടും പന്തളവുമാണുള്ളത്. വർക്കലയൊക്കെ അടുത്ത് നിൽക്കുകയാണ്. പിന്നെ കോർപ്പറേഷൻ തിരുവനന്തപുരവും തൃശ്ശൂരും. ഇതിൽ തിരുവനന്തപുരം ജയ ഉറപ്പായിട്ടുള്ള മണ്ഡലം കൂടി നഗരസഭയാണ്. തിരുവനന്തപുരത്ത് ഒരു 10-15 സീറ്റുകൾ കൂടുതൽ ലഭിച്ചാൽ മാത്രമേ. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ വളരെ മുമ്പിൽ നിൽക്കുകയാണ്. ഭൂരിപക്ഷമാണ്. കോൺഗ്രസ് ഇല്ലാതാവും. 72 സീറ്റും രാജീവനാണ്. കോൺഗ്രസ് ഇല്ലാതാവും. അതാണ് കാണുന്നത്. കോൺഗ്രസ് ഇപ്പോൾ 10 സീറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എല്ലായിടങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ എല്ലാ പാർട്ടികളിലുള്ളവർ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ കൂടുതലായിട്ട് പരക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിനകത്തും ബി.ജെ.പിയിലും അത് കൂടുതൽ പരക്കുന്നുണ്ട്. അത് അവരവറങ്ങ് പറയല്ല. കോൺഗ്രസ്സിലാണെങ്കിൽ ചിലരൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കും, ഞാൻ ഇന്ന മണ്ഡലം മത്സരിക്കുന്നു എന്നുള്ള രീതിയിൽ. കാരണം കോൺഗ്രസിനൊരു കേഡർ സ്വഭാവമില്ലല്ലോ. ഇപ്പോൾ CPM-ൻ്റെ ഇന്നടത്ത് മത്സരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ അത്രയും ഇല്ല. കാരണം അതൊരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. അത് പാർട്ടി തീർച്ചപ്പെടുത്തും എവിടെ മത്സരിക്കണം എന്നുള്ളത്. പിണറായി വിജയൻ ധർമ്മടത്ത് തന്നെയാണോ എന്നുള്ളതിന് എന്താ ഉറപ്പ്? അതുവരെ മാറാം. കാരണം പാർട്ടി തീർച്ചപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ബി.ജെ.പിയിൽ ഇപ്പോൾ ചോദിക്കും, സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി പറഞ്ഞു, ഞാൻ തൃശ്ശൂർ എന്നെ അങ്ങ് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കേന്ദ്ര നേതൃത്വവുമായിട്ടുള്ള ബന്ധം കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ സമീപ സമയത്ത് ഇപ്പോൾ സന്ദീപ് വാര്യരുടെ വെല്ലുവിളി ഉടനെ കെ സുരേന്ദ്രൻ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ തൃശ്ശൂർ വരിക മത്സരിക്കാൻ. അങ്ങനെ സുരേന്ദ്രന് പറയാൻ പറ്റത്തില്ല. കാരണം പാർട്ടിയാണ് തീർച്ചപ്പെടുത്തുന്നത് എവിടെ മത്സരിക്കണം എന്നുള്ളത്. ഈ തൃശ്ശൂർ ജില്ലയിൽ പലയിടങ്ങളും പലർക്കും നോട്ടമുണ്ട്. കാരണം തൃശ്ശൂരിലെ 6 ഇടങ്ങളിൽ ബി.ജെ.പി നല്ലപോലെ മുമ്പിൽ നിൽക്കുകയാണ്. അതുപോലെ സുരേഷ് ഗോപി ഉണ്ട്. അദ്ദേഹം ഇറങ്ങി വോട്ട് പിടിക്കുകയും ചെയ്യും. ഗുരുവായൂർ മാത്രമേ ഉള്ളൂ 2ാം സ്ഥാനത്ത്. ചിലർ പറയുന്നുണ്ട് പുതുക്കാടായിരിക്കും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത്. യഥാർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ പോകുന്ന കായംകുളത്താണ്. ഇങ്ങനെ കായംകുളത്ത് എന്നിട്ട് തുഷാർ വെള്ളാപ്പള്ളി ആയിരിക്കും എന്നും പറയുന്നുണ്ട്. അതിങ്ങനെ മാധ്യമങ്ങളുടെ സൃഷ്ടിയും അതിന് പിന്നിൽ ചില പാർട്ടിക്കാരും ഒക്കെ ഉണ്ടാകാം. പക്ഷെ രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ട് അതൊരു പുതിയ അടവ് നയം അങ്ങോട്ട് എടുത്തു. ഒരുപക്ഷെ മറ്റാരും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ മണ്ഡലം വേണമെങ്കിൽ അങ്ങോട്ടൊക്കെ പൊയ്ക്കോ. ഓരോരുത്തർ പറയുന്നുണ്ട്, ഞാൻ കഴക്കൂട്ടം എടുക്കുന്നു, ആറ്റിങ്ങൽ എടുക്കുന്നു എന്നൊക്കെ. ശരി, നിങ്ങളവിടെ പൊയ്ക്കോ. അവിടെ പോയിട്ട് ഇപ്പോൾ ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കൂ. അവിടുത്തെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് തന്നേക്കാം എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ബി.ജെ.പി 20 മണ്ഡലങ്ങളിൽ ഉറപ്പായിട്ടും വിജയസാധ്യതയുള്ളവർക്കാണ് വെച്ചിരിക്കുന്നത്. കാരണം 11 ഇടങ്ങളിൽ 1ാം സ്ഥാനം ലോക്സഭാ കണക്ക്, 9 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനം, അപ്പോൾ 20ആയി. പിന്നെ കുറേയധികം ഇടങ്ങളിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അത് ഈ 1ാം സ്ഥാനവുമായിട്ട് വലിയ വ്യത്യാസമില്ല. ഒന്ന്, ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ ഒരു ഭരണവിരുദ്ധ തരംഗം ഉള്ളത് കൊണ്ടും കൂടുതൽ അനുകൂലമാക്കി മാറ്റാം എന്ന് ബി.ജെ.പി കണക്ക് കൂട്ടുന്നുണ്ട്. അപ്പോൾ ബി.ജെ.പിയുടെ ഈ സ്റ്റെപ്പ് നല്ല രീതിയാണ്. കാരണം ഇതാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു രീതിയാണത്. മുൻകാലങ്ങളിൽ ഇല്ലാത്ത രീതിയിൽ. ഒരുപക്ഷെ കേഡർ പാർട്ടിയായ CPM-ൽ പോലും അങ്ങനെയില്ല. ഓരോ ഇടങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ഓരോ മണ്ഡലങ്ങളിലേക്ക് പോകുന്ന ഒരു രീതിയില്ല. അത് ബി.ജെ.പിയിൽ മുമ്പുമില്ലായിരുന്നു.
പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും കഴിഞ്ഞിട്ടാണല്ലോ നിയമസഭ വരുന്നത്. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, 2021 നിയമസഭയിലേക്ക് വന്നു. അപ്പോൾ ഇതുപോലെ അല്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ ഇതിന് മാറ്റം വരുത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാമോ? ഇവരുടെ പ്രവർത്തനം മെച്ചപ്പെടും. BJP നേതൃത്വം മെച്ചപ്പെടുമ്പോൾ ഇവർക്ക് പല പഞ്ചായത്തുകളും പിടിക്കാൻ കഴിയും. അപ്പോൾ ഈ നിയമസഭയിലേക്ക് മത്സരിക്കാൻ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇതിൽ അംഗീകരിക്കുമോ? അംഗീകരിക്കണം, പുതിയ വഴികൾ അംഗീകരിക്കണമല്ലോ. തൃശ്ശൂർ ഉൾപ്പെടെ നാം കണ്ടതാണ്, സുരേന്ദ്രൻ അങ്ങ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക. സുരേന്ദ്രനെയും തൃശ്ശൂരും പിന്നെ ഇനി അതിൻ്റെ കൂടെ വർക്കലയോടും കൂടെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പം രണ്ടും കൂടെ ആയിട്ടുണ്ട്. എന്നിട്ട് ഹെലികോപ്റ്ററിൽ പോവുകയും വരികയും ചെയ്യും. മുമ്പ് ഒരു വിജയസാധ്യത പോലും നമ്മൾ കാണാത്ത ഇടത്ത് അല്ലേ, കോന്നി മഞ്ചേശ്വരം മാത്രം കേന്ദ്രീകരിച്ച് നിന്നിരുന്നെങ്കിൽ ഉറപ്പായിരുന്നു. നേരത്തെ അവിടെ 83 വോട്ടുകൾക്കല്ലേ, ഇത്തവണ പരാജയപ്പെട്ടതും 700 വോട്ടുകൾക്ക്. അത് വളരെ നിസ്സാരപ്പെട്ടതല്ലേ. ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ അത് ഇഞ്ഞു കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അപ്പം സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സഞ്ചരിച്ച സമയം ഒന്ന് അവിടെ കൊടുത്താൽ മതിയായിരുന്നു. അപ്പം സുരേന്ദ്രന് ജയിക്കുക, നിയമസഭയിൽ BJPയുടെ അംഗസംഖ്യ കൂട്ടുക, അംഗബലം ഉണ്ടാക്കിയെടുക്കുക എന്നൊന്നുമല്ല. ഇങ്ങനെ കുറേ ഈ പണം കൊണ്ടങ്ങിട്ട് തട്ടിമറിച്ച് കളിക്കുക എന്നുള്ളത് മാത്രമേ കാണുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം രണ്ടിടങ്ങളിലായിട്ട് പോകുമ്പോൾ എന്ത് പണം അവിടെ ഒഴുകുന്നത്, അങ്ങനെയൊക്കെയുള്ള ചില നീക്കങ്ങളുണ്ട്. നമുക്ക് പിന്നെ പലർക്കും അത് വായിച്ചെടുക്കാൻ കഴിയും. എന്താണ് ഈ രണ്ടിടത്ത് മത്സരിക്കുന്നതുകൊണ്ടുള്ള നേട്ടം എന്താണ്? എന്താ BJPക്ക് ആളില്ലേ ഒരിടത്തും കൂടെ നിൽക്കാനായിട്ട്? ഇനിയിപ്പോൾ കൊടുത്തു നോക്ക്, സുരേന്ദ്രൻ സ്ഥാനാർത്ഥി പട്ടികയിൽ വരുമോ എന്നുള്ളതിന് എന്താ ഉറപ്പ്? മുരളീധരൻ വരും എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. മുരളീധരൻ വന്നില്ലെന്നുണ്ടെങ്കിൽ, മത്സരിക്കാൻ പട്ടികയിലില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ വിശ്വസ്തനായ അഡ്വക്കേറ്റ് സുരേഷിന് കഴക്കൂട്ടം കൊടുക്കും എന്നും പറയുന്നുണ്ട്. അപ്പോൾ BJP ഇത്തരത്തിലുള്ള ഒരു നീക്കം എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. പഞ്ചായത്ത് ഭരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ നിയമസഭയിൽ അത് ശക്തി കൂട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 20 മണ്ഡലങ്ങളും അതിനോടൊപ്പം തന്നെ ഇവർക്ക് മൂന്നാം സ്ഥാനത്തിരിക്കുന്നത് മണ്ഡലങ്ങളെയും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടുപോകാനായിട്ട്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നോക്കിയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാണാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെ, മുന്നണി മാറ്റങ്ങൾ ഉണ്ടാകാം, ചിലർ പാർട്ടി വിടാം, മുന്നണി മാറ്റം ഉണ്ടാകാം. ജോസ് കെ മാണി വിഭാഗവും ഒക്കെ കാത്തിരിക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടിയിട്ടാണ്. കാരണം അവിടെ നമുക്കൊരു ഏകദേശ ട്രെൻഡ് അറിയാൻ കഴിയും. കൃത്യമായ ഇത് കിട്ടത്തില്ല. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇവിടെ ഈ വ്യക്തിപരമായ വോട്ടിന് വലിയ പ്രാധാന്യമുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അതും കൂടി ഒന്ന് കണക്കിലെടുത്തിട്ട് ഈ റിസൾട്ടും കൂടെ ഒന്ന് കണക്കിലെടുത്തുകൊണ്ട് ഇവർ നോക്കും. പിന്നെ വരുമ്പോൾ എത്ര സമയം, 3-4 മാസം മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് ഉണ്ടാകാവുന്ന ചലനങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ അവിടെ ആയിരിക്കും എല്ലാത്തിൽ നിന്നും. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു LDFിൽ നിന്ന് ഘടകകക്ഷികളിറങ്ങും, കോൺഗ്രസിൽ നിന്ന് പല ഉന്നത നേതാക്കന്മാരും പാർട്ടി വിട്ടുപോകുന്നതുമായ അവസ്ഥയിലേക്ക് പോകും. കാരണം BJPയിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ കെ മുരളീധരൻ തന്നെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ BJPയിലേക്ക് പോകും. ഇത് ഉറപ്പായ കാര്യമാണ്. അപ്പോൾ എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഇതിൻ്റെ ഒരു ഘടന ഒന്ന് മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ്.